വിഖ്യാത ഹോളിവുഡ് സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ സംവിധാനം ചെയ്ത ലിയനാർഡോ ഡിക്കാപ്രിയോ നായകനായ ബ്ലാക്ക് കോമഡി ആക്ഷൻ ത്രില്ലറായ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ 2026 ഓസ്കറിലെ മികച്ച ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. The Oscar goes to One Battle After Another. ഇതുൾപ്പെടെ 6 പുരസ്കാരങ്ങളാണ് 98ാമത് അക്കാദമി അവാർഡ്സിൽ ചിത്രത്തെ തേടിയെത്തിയത്. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ തന്നെയാണ്. ഇതിനു പുറമെ സപ്പോർട്ടിംഗ് ആക്ടർ, അഡാപ്റ്റഡ് തിരക്കഥ, ഫിലിം എഡിറ്റിംഗ്, കാസ്റ്റിംഗ് എന്നീ അവാർഡുകളാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിന് ലഭിച്ചത്. ഹാംനെറ്റ് എന്ന ചലച്ചിത്രത്തിലെ പ്രകടനത്തിന് ജെസി ബക്ലി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. സിന്നേഴ്സിലെ പ്രകടനത്തിന് മൈക്കൽ ബി ജോർദാൻ മികച്ച നടനായി. സിന്നേഴ്സിനായി ക്യാമറ ചലിപ്പിച്ച ഓട്ടം ഡുറാൾഡ് ആർക്കപ്ലോവും മികച്ച സിനിമാറ്റോഗ്രഫിക്കുള്ള പുരസ്കാരം നേടി. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതയ്ക്ക് മികച്ച സിനിമാറ്റോഗ്രഫിക്കുള്ള ഓസ്കർ അവാർഡ് ലഭിക്കുന്നത്. സിന്നേഴ്സ് എന്ന ചലച്ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയ റയാൻ കൂഗ്ലർക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. നോർവീജിയൻ ചലച്ചിത്രമായ സെന്റിമെന്റൽ വാല്യൂ മികച്ച ഇന്റർനാഷണൽ മൂവിക്കുള്ള അവാർഡ് നേടി. മിസ്റ്റർ നോബഡി എഗെയിൻസ്റ്റ് പുടിൻ മികച്ച ഡോക്യുമെന്ററി ഫീച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ടു. കെ-പോപ്പ് ഡീമൺ ഹണ്ടേഴ്സ് മികച്ച അനിമേറ്റഡ് ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിലെ അഭിനയത്തിന് ഷോൺ പെൻ മികച്ച സപ്പോർട്ടിംഗ് ആക്ടറായും വെപ്പൺസിലെ അഭിനയത്തിന് എമി മാഡിഗൺ മികച്ച സപ്പോർട്ടിംഗ് ആക്ട്രസായും തിരഞ്ഞെടുക്കപ്പെട്ടു. കെ-പോപ്പ് ഡീമൺ ഹണ്ടേഴ്സിലെ ഗോൾഡൻ എന്ന ഗാനത്തിനാണ് മികച്ച ഗാനത്തിനുള്ള പുരസ്കാരം. ആദ്യമായാണ് ഒരു കെ-പോപ്പ് പാട്ടിന് ഓസ്കർ പുരസ്കാരം ലഭിക്കുന്നത്. മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരത്തിന് സിന്നേഴ്സിലെ ലുഡ്വിഗ് ഗൊറാൻസൺ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതുകൂടാതെ ഒട്ടേറെ പുരസ്കാരങ്ങളുമുണ്ട്. മുഴുവൻ ലിസ്റ്റ് മനസ്സിലാക്കാൻ ഐ+ന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാം.